അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ അവരുടെ നോമ്പ് കൊണ്ട് ഒരു ഫലവും ലഭിക്കുകയില്ല. നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട മഹത്തായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം. അതുപോലെ തന്നെ നോമ്പ് ഒന്നിന് ഓതേണ്ട മഹത്തായ ഒരു ദിക്ർ, ആ ഒരു ദിക്റിനെ കുറിച്ചും പറയാം. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, റമളാനിലെ എല്ലാ രാത്രിയിലും നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. നോമ്പിൻ്റെ ഫർള് രണ്ടെണ്ണമാണ്. അതിൽ ഒന്ന്, റമളാനിലെ എല്ലാ രാത്രിയിലും, അതായത് മഗ്രിബിൻ്റെ സമയം മുതൽ ഫജ്ർ സോദിക്ക് വെളിവാകുന്നത് വരെ, സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം വരെ ഫർള് നോമ്പിന് നിയ്യത്ത് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഈ നോമ്പിന് നിയ്യത്ത് വെക്കേണ്ട രൂപം പറയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമളാൻ മാസത്തിലെ ഫർളായ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അദാ ആയി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി എന്ന് നാവുകൊണ്ട് പറയുകയും മനസ്സിൽ കരുതുകയും ചെയ്യുക. ഇങ്ങനെ എല്ലാ രാത്രിയിലും എല്ലാ നോമ്പുകാരും നിയ്യത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ അവരുടെ നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല. അതുപോലെ നോമ്പ് ഒന്നിന് ചൊല്ലേണ്ട മഹത്തായ ഒരു ദിക്ർ, ഒരു ദുആഇനെ സംബന്ധിച്ച് പറയാം. അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമ സ്വാഇമീൻ വഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീൻ യാ ഇലാഹൽ ആലമീൻ വയാ ഖൈറൻ നാസിരീൻ എന്നുള്ള ഈ ഒരു ദുആ നോമ്പ് ഒന്നിന് ചൊല്ലുക. അല്ലാഹു തആല നമ്മുടെ നോമ്പുകളെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.